ഹലോ ഗായ്സ്, ഇന്നത്തെ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് സ്നാക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിലേക്ക് ആവശ്യമായിട്ട് 1.5 കപ്പ് ചെറുപയർ ഞാൻ 4-5 മണിക്കൂർ കുതിർത്തിയിട്ട് അത് നന്നായിട്ട് വേവിച്ച് എടുത്തിട്ടുണ്ട്. അധികം വെള്ളമില്ലാതെയാണ് ഞാനിവിടെ വേവിച്ചെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് 1/2 കപ്പ് ഫ്രഷ് കോക്കനട്ട് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നല്ല ജീരകം, അതുപോലെ 2-3 ഏലക്ക ചുക്ക് ചേർത്തിട്ടാണ്, ചെറിയൊരു പീസ് ചുക്ക് ചേർത്ത് പഞ്ചസാരയും ചേർത്തിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത്. അത് 1/4 ടീസ്പൂൺ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇത് നമുക്ക് ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. അതാണ് നമുക്ക് ശർക്കരയാണ് നമുക്ക് ചേർത്തിരിക്കുന്നത്. ഒരു 2 കട്ട ശർക്കരയായാലും മതിയായിരുന്നു. അപ്പം നമുക്ക് ഇത് 2-3 കട്ട എടുത്തിട്ട് നമുക്കിതുപോലെ അധികം വെള്ളമില്ലാതെ വേണം നമ്മളിതുപോലെ പാവാക്കി എടുക്കാനായിട്ട്. എന്നിട്ട് അരിച്ചിട്ട് വേണം ചേർക്കാൻ. ഇതിൽ കല്ലും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ തരിയൊന്നും ഇല്ലാതിരിക്കാനാണ് നമ്മളിതുപോലെ അരിച്ച് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അധികം ശർക്കര പാനി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ബോൾസാക്കി എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിനൊരു ബാറ്റർ വേണം ഇത് മുക്കി പൊരിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഒരു ബൗളെടുത്തിട്ട് ഇതിലേക്ക് 4-5 സ്പൂൺ മൈദ ചേർക്കാം. മൈദപ്പൊടിയുടെ കൂടെ ഒരു 1.5 ടീസ്പൂൺ നമുക്കൊരു അരിപ്പൊടി ചേർക്കാം. അരിപ്പൊടി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ കോൺഫ്ലോർ നമുക്കിത് പൊട്ടി പോകാതിരിക്കാനായിട്ടാണ് ഞാനിവിടെ കോൺഫ്ലോർ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെഡിയാക്കാം. ഒരു പാൻ എടുത്തു, നമ്മൾ ചൂടാക്കി സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഓരോരോ ബോൾസായിട്ട് മുക്കി പൊരിച്ച് ഇതിലേക്ക് ഇടുക. ഈ ബോൾസ് എല്ലാം നല്ലതായിട്ട് കോട്ടിങ് നന്നായിരിക്കണം, അല്ലെങ്കിൽ നമുക്കിത് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മുടെ ബോൾസ് ഒന്നും ശരിയായി കിട്ടില്ല. ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്ത് തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിതുപോലെ വറുത്ത് കോരി മാറ്റാം. അപ്പോൾ നിങ്ങൾക്കിതുപോലെ ടിഷ്യൂ വെച്ച് നമുക്ക് എടുക്കുകയാണെങ്കിൽ അധികം എണ്ണയില്ലാതെ നമുക്കിത് സ്നാക്സ് നന്നായിട്ട് രുചിയോടെ കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടും. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എപ്പോഴും നമ്മൾ ചായക്കടയിലൊക്കെ വാങ്ങുന്നതിൽ നല്ലത് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്കിതൊന്ന് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.